നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഒരു വാക്കുപോലും പറയാതെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും ആഴത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ പങ്കുവെക്കാം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അങ്ങനെയൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, മൗനസംവാദം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇത് ഒരുപക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, അല്ലേ? ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം അത് പതിയെ വലിയൊരു വഴക്കായി മാറുന്നു. ആ സമയത്ത് നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മളെ അടുപ്പിക്കുന്നതിന് പകരം കൂടുതൽ അകറ്റിക്കളയും. അപ്പൊ ഈയൊരു ചിന്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ്: എങ്ങനെയാണ് ചില സമയങ്ങളിൽ നമ്മുടെ വാക്കുകൾ തന്നെ നമുക്കിടയിൽ ഒരു മതിലായി മാറുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈയൊരു ഉപമ മാത്രം മതി കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അല്ലേ? ഒന്നോർത്തു നോക്കൂ. ഒരു വഴക്കിനിടയിൽ ദേഷ്യത്തിൽ പറയുന്ന ഓരോ വാക്കും ആളിക്കത്താൻ തുടങ്ങുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിക്കുന്നത് പോലെയാണ്. അത് പ്രശ്നം തീർക്കുന്നതിന് പകരം കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. അപ്പോ നമ്മുടെ മുന്നില് രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴിയില് വാക്കുകൾ പെട്രോളായി മാറി ബന്ധങ്ങളില് വലിയൊരു മതില് പണിയുന്നു. എന്നാൽ രണ്ടാമത്തെ വഴിയിലോ, അവിടെ നമ്മൾ മൗനത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. അത് നമുക്കിടയിൽ ഒരു പാലം പണിയുന്നു. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോ എന്താണ് ഇതിനൊരു പരിഹാരം? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇവിടെ മൗനമെന്ന് പറയുന്നത് ഒഴിഞ്ഞുമാറലല്ല, മറിച്ച് സമാധാനത്തിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തമായൊരു ആയുധമാണ്. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയത്തിന്റെ കാതൽ ഇതാണ്. വാക്കുകൾ കൊണ്ട് പരസ്പരം വേദനിപ്പിക്കുന്നതിനു പകരം കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. ഇത് നമ്മുടെ ദൗർബല്യമല്ല, മറിച്ച് ആ സാഹചര്യത്തെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ കഴിവാണ്. പക്ഷേ ഈ മൗനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ചുമ്മാ മിണ്ടാതിരുന്നാൽ പ്രശ്നം തീരുമോ? ഇല്ല. അതിനു പിന്നിൽ വളരെ ആഴത്തിലുള്ളൊരു ആശയമുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു വയർലെസ് കണക്ഷൻ പോലെയാണത്. അപ്പോ എന്താണ് ഈ മൗനസംവാദമെന്ന് ചോദിച്ചാൽ, ഇത് വാക്കുകൾക്കപ്പുറത്തുള്ള ഒരു ആശയവിനിമയമാണ്. നമ്മുടെ സ്നേഹവും ചിന്തകളും ശബ്ദത്തിന്റെ സഹായമില്ലാതെ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് പങ്കാളിയുടെ ഹൃദയത്തിലേക്ക് അയക്കുന്നൊരു രീതിയാണിത്. നോക്കൂ, ഗുരുദേവ് പറയുന്നത് എത്ര ശരിയായ കാര്യമാണ്. നമ്മൾ പുറത്തേക്ക് പറയുന്ന വാക്കുകളേക്കാൾ എത്രയോ ഇരട്ടി ശക്തിയുണ്ട് നമ്മുടെ മനസ്സിലെ ചിന്തകൾക്ക്. ശരിക്കുമുള്ള മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് ആ ചിന്തകൾക്കാണ്. അതാണ് ആ വയർലെസ് കണക്ഷന്റെ രഹസ്യം. നമ്മൾ ദേഷ്യമെല്ലാം മാറ്റിവെച്ച് സ്നേഹത്തോടെയും കരുതലോടെയുമുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് അയക്കുമ്പോൾ അത് നമ്മുടെ പങ്കാളിയുടെ ഹൃദയത്തിലെത്തുന്നു. അവിടെ ഒരു പോസിറ്റീവ് മാറ്റമുണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ തിയറിയൊക്കെ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. ഇതിന് വളരെ ലളിതമായ എന്നാൽ വളരെ ഫലപ്രദമായൊരു വഴിയുണ്ട്. അതിനെയാണ് ഹാർട്ട് ടു ഹാർട്ട് എക്സസൈസ് എന്ന് പറയുന്നത്. വഴക്കുകൾക്കിടയിൽ സമാധാനം കൊണ്ടുവരാൻ ഇത് നമ്മളെ സഹായിക്കും. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വഴക്ക് അതിന്റെ ഏറ്റവും മൂർധന്യത്തിലെത്തുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് കുറച്ചുനേരം ഒന്ന് മാറി നിൽക്കുക. ശാന്തമായൊരിടത്ത് പോയിരുന്ന് ദീർഘമായി ശ്വാസമെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പങ്കാളിയുടെ മുഖം സ്നേഹത്തോടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കൽപ്പിക്കുക. അതിനുശേഷം അവർക്കൊരു നിശബ്ദ സന്ദേശം അയയ്ക്കുക. ഇതാണ് ആ മാന്ത്രിക സന്ദേശം. ആ ദേഷ്യത്തിന്റെ നടുവിലിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ പറയുക. ഈ ഒരു ചിന്തയ്ക്ക് മാത്രം മതി വലിയ വഴക്കുകളെപ്പോലും അലിയിച്ചു കളയാൻ. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിശയം തോന്നാം. പക്ഷേ മണിക്കൂറുകളോളം നമ്മൾ വാദിച്ചു ജയിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ 99% ഇരട്ടി ഫലം ഈ ഒരു നിശബ്ദ സന്ദേശത്തിനുണ്ടാകും. കാരണം ഇത് ഈഗോയെ മറികടന്ന് ഹൃദയത്തോടാണ് നേരിട്ട് സംസാരിക്കുന്നത്. അപ്പോ ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും ശക്തമായ സംഭാഷണം ഒരു പക്ഷേ നിങ്ങൾ ഒരക്ഷരം പോലും മിണ്ടാതെ നടത്തുന്ന ഒന്നായിരിക്കുമോ?